സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ PDP തൃക്കാക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം PDP ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല നിർവഹിച്ചു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്ത് സംഘപരിവാരത്തിന് മുതലെടുപ്പ് നടത്താനുള്ള അവസരങ്ങളെ ഒരുക്കിക്കൊടുക്കുന്ന ഇടനിലക്കാരന്റെ റോളാണ് ഇപ്പോൾ ഗവർണർ വഹിക്കുന്നതെന്ന് അഷ്റഫ് വാഴക്കാല. ഈ നാടിന്റെ ശാന്തി തകർക്കാൻ, ജനാധിപത്യ പെരുമഴ തകർക്കാൻ, കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിലേക്ക് RSS നോമിനികളെ പ്രതിഷ്ഠിച്ചും സംഘപരിവാർ നോമിനികളെ വൈസ് ചാൻസലർ തസ്തികയിൽ നിയമിച്ചും കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് PDP ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല പറഞ്ഞു. ഗവർണർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം എത്ര വലിയ വന്നാലും നടത്താൻ നട്ടലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുള്ളതാണ് ഈ കേരളത്തിൽ. അത് നടത്തുക തന്നെ ചെയ്യും. അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെ എത്ര വലിയ RSSകാരുണ്ടെങ്കിലും സംഘപരിവാറുണ്ടെങ്കിലും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്ത് സംഘപരിവാരത്തിന് മുതലെടുപ്പ് നടത്താനുള്ള അവസരങ്ങളെ ഒരുക്കിക്കൊടുക്കുന്ന ഇടനിലക്കാരന്റെ റോളാണ് ഇപ്പോൾ ഗവർണർ വഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ PDP തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാക്കനാട്, സെക്രട്ടറി ഷജീർ വാഴക്കാല, നാസർ നാഷ, താഹ കുന്നേപ്പറമ്പ്, മുനിസിപ്പൽ പ്രസിഡന്റ് അലി ഓലിക്കുഴി, സെക്രട്ടറി ലത്തീഫ് കരിമക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കാക്കര. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെയില്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.